ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 131. നമ്മളിന്ന് മണ്ഡലം 1-ലെ 73-ാമത്തെ സ്കന്ധമാണ് നോക്കുന്നത്. അതിൽ ദേവത അഗ്നിയാണ്. അതുകൊണ്ട് നമുക്ക് അഗ്നി എന്താണെന്ന് അറിയാം. അത് ഊർജമാണ്. ഊർജത്തിന് പല രൂപങ്ങളുണ്ട്. അത് തന്നെ വെളിച്ചമാകാം, ചൂടാകാം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആകാം, മറ്റു തരത്തിലുള്ള ഊർജങ്ങളാകാം, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഊർജം, കെമിക്കൽ എനർജി, ഇങ്ങനെയെല്ലാം പറയുന്ന എന്തും ആകാം. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്നാമത്തെ മന്ത്രം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദ മണ്ഡലം 1, സൂക്തം 73-1. ഋഷി പരാശരൻ, ദേവതാഗ്നി, ഛന്ദസ് തൃഷ്ടുപ്പ്. ജയിർനയ പിതൃവിത്തോവയോധ സുപ്രണീതി ചിഗീതുഷോന ശാസു സോനശീരധിതിർന പ്രീണാനോ കോ ദേവസത്മാ വിധതോ വിതാരീത്. പൈതൃക സമ്പത്തെന്ന പോലെ അഗ്നി ധനം ദാനം ചെയ്യുന്നു, ജ്ഞാനികളെ പോലെ ഉപദേശിക്കുന്നു, അതിഥിക്ക് തുല്യം പ്രീതിപ്പെടുന്നു, ഹോതാവിന് തുല്യം യജമാനന്റെ ഭവനം കാത്ത് സൂക്ഷിക്കുന്നു. അഗ്നി പിതൃസമ്പത്ത് പോലെ ദാനം ചെയ്യുന്നു. പിതൃസമ്പത്ത് പോലെയാണ് നമ്മൾ അഗ്നിയിലൂടെയാണ് യജ്ഞം ചെയ്യുക. എങ്ങനെയാണ് യജ്ഞം ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു വസ്തു എടുത്തിട്ട് അതിനെ നമുക്ക് ഉപയോഗപ്രദമായ മറ്റൊരു വസ്തു ആക്കിയിട്ട് മാറ്റും. ഉദാഹരണമായിട്ട് അരിനെ ചോറാക്കി മാറ്റും. അപ്പം അഗ്നിയുടെ സഹായത്താലാണ്. പക്ഷേ ഇത് പിതൃസമ്പത്ത് പോലെയാണ് നൽകുന്നത് എന്ന് പറയുമ്പോൾ പിതൃക്കൾ ചെയ്ത കർമ്മങ്ങളാണ് നമ്മൾ ഇന്നും തുടരുന്നത്. തലമുറകളായിട്ട് കൈമാറിക്കൊണ്ടുവന്ന ജ്ഞാനത്തിലൂടെ പുരോഗതി നേടുന്നു. ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തും. എന്നാലും പിതൃക്കൾ പിന്തുടരുന്ന വഴിയിലൂടെ, കാരണം നമ്മളിപ്പോൾ ചോറുണ്ടാക്കി ഹോട്ടലിൽ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വിറ്റ് പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ ചോറുണ്ടാക്കാൻ പഠിപ്പിച്ച ആരാണ്? പൂർവികരാണ്. ഇങ്ങനെ അരി എടുത്തിട്ട് ഇങ്ങനെ അരിയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ചോറാക്കി മാറ്റാം. അതുപയോഗിച്ചിട്ടാണ്. അപ്പം നമ്മളെ എല്ലാ യജ്ഞങ്ങളും മുമ്പ് ചെയ്തതിൻ്റെ പിന്തുടർന്നുകൊണ്ടാണ്. അപ്പം അതിലൂടെ അഗ്നി ഉപയോഗിച്ചിട്ടാണ് യജ്ഞങ്ങൾ ചെയ്യുന്നത്. അതിലൂടെ എന്ത് ചെയ്യുന്നു? അപ്പം അഗ്നി നമുക്ക് പിതൃസമ്പത്ത് പോലെയാണത് നൽകുന്നത്. ജ്ഞാനിയെപ്പോലെ ഉപദേശിക്കുന്നു. ജ്ഞാനിയെപ്പോലെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അഗ്നിയെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ, അഗ്നിയുടെ മാർഗത്തിലൂടെയാണ് നമ്മൾ യജ്ഞം നടത്തുന്നത്. നമ്മൾ അഗ്നിനെ മനസ്സിലാക്കും. ഭയങ്കര ചൂടുള്ള അഗ്നിയാണ്. ചൂടുവെള്ളം, നല്ല തിളക്കുന്ന വെള്ളമാണ്. നമുക്ക് അഗ്നിയിലൊന്ന് ഉപകരണം ഉപയോഗിച്ചിട്ട് നോക്കും, അത് ഭയങ്കര തിളക്കുന്ന മാതിരിയുള്ള അവസ്ഥയിലാണ്. ഇല്ലേ, തൊട്ട് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ അടുത്ത് കൈ കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്കറിയാം തിളക്കുന്ന വെള്ളമാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ വീണ് കഴിഞ്ഞാൽ പൊള്ളിപ്പോകും. അപ്പം അഗ്നിയെ മനസ്സിലാക്കിയിട്ട് അഗ്നി പറയുന്നു, കുറേ തണുത്ത വെള്ളവും ചേർത്തിട്ട് ഒരുമാതിരിയുള്ള ചൂടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിക്ക് കുളിക്കാം. അപ്പോൾ അത് നമ്മൾ, അഗ്നിയാണ് നമുക്ക് ജ്ഞാനം നൽകുന്നത്. അഗ്നി പറയുന്നു വെള്ളത്തിലിട്ടിട്ട് അരി തന്നു കഴിഞ്ഞാൽ ഞാൻ ചോറാക്കി തരാം. അപ്പോൾ അഗ്നി തത്വം മനസ്സിലാക്കി. അപ്പം അഗ്നിയാണ് നമുക്ക് ഉപദേശിക്കുന്നത്. അതിഥിയെ പോലെ പ്രീതിപ്പെടുത്തും. അതിഥികൾ നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല ആൾക്കാരാണ്, അവരെ സന്തോഷിപ്പിക്കുന്ന പോലെ അഗ്നി വരുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. കാരണം എന്ത്? നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അഗ്നി സാധിപ്പിച്ചു തരും. ഇപ്പം ദീപാവലിയിൽ അഗ്നി ഉപയോഗിച്ചിട്ട് പൊട്ടിക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അരി തിന്നാൻ പറ്റില്ല. അഗ്നി വന്നു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷമായി, അഗ്നി അതിനെ ചോറാക്കി തരും. അപ്പോൾ അതിഥിയെ പോലെയാണത്. ഹോതാവിനെ പോലെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഹോതാവ് എന്ന് പറഞ്ഞാൽ യജ്ഞങ്ങൾ ചെയ്യുന്നവരാണ് രക്ഷപ്പെടുന്നത്. നമ്മളെ രക്ഷപ്പെടണമെങ്കിൽ യജ്ഞം ചെയ്യണം. അച്ഛൻ അധ്വാനിച്ചാൽ വീട്ടുകാർക്ക് മക്കൾ വലുതാകുന്നത് വരെ. അപ്പം യജ്ഞം ചെയ്യുന്നവരാണ്
മറ്റുള്ളവരെ സംരക്ഷിക്കുന്നത്, രക്ഷിക്കുന്നത്. ഒരു കർമ്മം ചെയ്യാതെ ഇങ്ങനെ കുടുംബം പോറ്റുക എന്ന് പറയുന്നത് തന്നെ അധ്വാനിച്ചിട്ട് പണം ഉണ്ടാക്കിയിട്ട് കുടുംബം പോറ്റാൻ പറ്റും. അധ്വാനിക്കടിക്ക് എന്ത് വേണം? അഗ്നി വേണം, ഊർജം വേണം. ഇനി നമുക്ക് രണ്ടിൽ എന്താണ് പറയുന്നത് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 73-2. ദേവോ നയ സവിത സത്യമന്മാ കൃത്വാ നിപാതി വ്രജനാനി വിശ്വാ പുരുപ്രശസ്തോ അമതിർന സത്യ ആത്മേവ ശേവോ ദിദിശായോ ഭൂത്. സൂര്യന് സമാനം പ്രകാശിതനായ അഗ്നി തൻ്റെ കർമ്മങ്ങൾ ദ്വാരാ രക്ഷകനാകുന്നു. മനുഷ്യർ അവനെ പ്രശംസിക്കുന്നു. അവൻ പ്രകൃതിക്ക് തുല്യം പരിവർത്തനങ്ങളോട് കൂടിയവനല്ല. ആത്മാവിന് തുല്യം സന്തുഷ്ടനും യജമാനനാൽ ഭരിക്കപ്പെടുന്നവനുമാണ് അഗ്നി. സൂര്യന് തുല്യം പ്രകാശവാനാണ് അഗ്നി. അഗ്നിക്ക് പ്രകാശമുണ്ട്. യഥാർത്ഥത്തിൽ സൂര്യന്റെ പ്രകാശം എന്ത് തന്നെയാണ്? അഗ്നിയിൽ നിന്ന് വരുന്നത് തന്നെയാണ്. അപ്പം സൂര്യന് തുല്യം പ്രകാശവാനാണെന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. സൂര്യന് തുല്യം നമുക്ക് അഗ്നി വെളിച്ചം തരുന്നു, ആ അർത്ഥത്തിലാണത്. അല്ലാതെ സൂര്യനിൽ നിന്ന് തന്നെ വരുന്നത് അഗ്നിയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന അതല്ല. സൂര്യൻ പകരം നമുക്ക് വെളിച്ചം തരും. എന്നാലും നമുക്കൊരു ഗുഹേൻ്റെ അകത്ത് കയറി പോവുകയാണെന്ന് വെച്ചോളൂ, നമുക്ക് അവിടെ സൂര്യന് വെളിച്ചം തരുമോ? ഇല്ല. അപ്പം നമ്മൾ അവിടെ പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കുന്നത് ആരാണ്? അഗ്നിയാണ്. രാത്രി മുഴുവൻ നമ്മൾ ഉപയോഗിക്കുന്ന ആരെയാണ്? അഗ്നിയെയാണ്. അപ്പം സൂര്യന് തുല്യം പ്രകാശവാനാണ് അഗ്നി. കർമ്മത്താൽ രക്ഷിക്കുന്നു. നമ്മൾ എന്ത് കർമ്മം ചെയ്താലും കർമ്മം ചെയ്യണമെങ്കിൽ അഗ്നി വേണം. അഗ്നി ഉപയോഗിച്ചിട്ടാണ് അഗ്നിയാണ് നമ്മളെ രക്ഷിക്കുന്നത്, ഊർജമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഏതെങ്കിലും ഒരു ശക്തി വരുമ്പോൾ ആരെങ്കിലും നമ്മളെ എതിർക്കാൻ വരുമ്പോൾ നമ്മൾ കൈയെടുത്തിട്ട് ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആ രക്ഷ നേടുന്നത് ഊർജം ഉപയോഗിച്ചിട്ടാണ്. പ്രകൃതിയെ പോലെ അതിന് പരിവർത്തനമില്ല. പ്രകൃതി എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ അഗ്നിക്ക് പരിവർത്തനമൊന്നുമില്ല. അഗ്നി അന്നുള്ള അഗ്നി തത്വം തന്നെയാണ് ഇന്നത്തെ അഗ്നി നിയമങ്ങൾ. അഗ്നിയെ പറ്റിയുള്ള ജ്ഞാനം അന്ന് എന്താണോ അഗ്നി എങ്ങനെയാണോ ഉള്ളത് അതേ ജ്ഞാനം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ അഗ്നിയുടെ കാര്യത്തിൽ മാറ്റമൊന്നും വരില്ല. ചെറിയ പണ്ട് പൂർവികർ 100 ഡിഗ്രി വരെ വെള്ളം ചൂടാക്കിയാൽ തിളക്കും. ഇന്നും 100 ഡിഗ്രി വരെ ചൂടാക്കിയാൽ വെള്ളം തിളക്കും. അതാണ് തത്വം. അപ്പം അഗ്നിക്ക് പരിവർത്തനമില്ല. പ്രകൃതിയിൽ പരിവർത്തനങ്ങൾ സംഭവിക്കുന്നു. ആ പരിവർത്തനമെല്ലാം തന്നെ അഗ്നിയുടെ സഹായത്താലാണ് താനും. ആത്മാവിന് തുല്യം സന്തുഷ്ടനാണ്. ആത്മാവ് എന്നത് ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയാണ്. അത് ഒരു കാര്യം നടന്നാലും നടന്നിട്ടില്ലെങ്കിലും ആത്മാവിൽ അതിൽ കാര്യമൊന്നും. നമ്മൾ കഷ്ടപ്പെടുന്നത്, ദുഃഖിക്കുന്നത്, സന്തോഷിക്കുന്നതെല്ലാം ഞാനെന്ന ഒരു ചിന്തയാണ്. അത് ആത്മാവുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. ചിലപ്പം നമ്മൾ കരയും, ചിലപ്പം നമ്മൾ ചിരിക്കും. അതൊന്നും ആത്മാവല്ല. അതേപോലെ അഗ്നിയും എപ്പോഴും സന്തുഷ്ടനാണ്. അഗ്നി ചിലപ്പം ചോട്ടിനെ വളരെയധികം അടുപ്പത്ത് വെച്ചിരുന്നാൽ അടിക്ക് പിടിക്കും, എല്ലാം കരിഞ്ഞു പോകും. പക്ഷേ അഗ്നിക്ക് അതിൽ സങ്കടമൊന്നുമില്ല. കാരണം നിന്നോട് പറഞ്ഞു ഇത്ര കാലം സമയം വെക്കാൻ. നീ അഗ്നിയെ മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ള സമയത്തിന് വെക്കണം. അതിൽ കുറഞ്ഞു പോയാൽ ഒത്ത് കിട്ടില്ല, കൂടിപ്പോയാൽ കരിഞ്ഞു പോകും. അതിലൊന്നും അഗ്നിക്ക് വേറെ വിഷമമൊന്നുമില്ല. പാചകക്കാർക്കാണ് വിഷമം. അല്ലാതെ അഗ്നിയാണ് പാചകം ചെയ്യുന്നതെങ്കിലും അഗ്നിക്ക് അതിൽ വിഷമമൊന്നുമില്ല. കാരണം അഗ്നിയുടെ നിയമമനുസരിച്ച് ചെയ്യും. ആവശ്യത്തിൽ കൂടുതൽ സമയം വെച്ചാൽ അത് കരിച്ചു തരും. ആവശ്യത്തിൽ കുറഞ്ഞു പോയാൽ പോകില്ല. മര്യാദക്കുള്ള സമയത്ത് വെച്ചാൽ അഗ്നി നല്ല നിലയിൽ തരും. അതുകൊണ്ട് തന്നെ യജമാനനാൽ ഭരിക്കപ്പെട്ടവനാണ്. എല്ലാവരും അഗ്നിയെ തന്നെയാണ് സ്വീകരിക്കുന്നത്. അഗ്നിയില്ലാതെ ഈ നാട്ടിലൊരു കാര്യം നടക്കില്ല. ഇനി 3. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 73-3. ദേവോ നയ പൃഥ്വീം വിശ്വധായ ഉപക്ഷേതി ഹിതമിത്രോ ന രാജാ.
പുര സദാ ശർമ്മ സദോന വീര അനവദ്യ പതിജുഷ്ടേവ നാരീ. പ്രകാശമാനായ സൂര്യന് മുൻപിൽ ലോകത്തെ നിലനിർത്തുന്ന അഗ്നി അനുകൂലരായ അനുചരന്മാരാൽ സമ്പന്നനായ രാജാവിനെ പോലെ നിർഭയനാണ്. എല്ലാ ജീവികളിലും അദ്ദേഹത്തിൻ്റെ പിതൃതുല്യമായ ആശ്രയത്തിൽ വസിക്കുന്നു. പ്രശംസിക്കപ്പെടുന്ന പതിവ്രത നാരിക്ക് തുല്യം അഗ്നി അഭിനന്ദിക്കപ്പെടുന്നു. ദീപ്തിമാനായ സൂര്യന് മുന്നിൽ ലോകത്തെ നിലനിർത്തുന്നു. ലോകത്തെ നിലനിർത്തുന്നത് സൂര്യന് മുൻപിൽ സൂര്യൻ തന്നെയാണ് ലോകത്തെ പരിപാലിക്കുന്നത്. ലോകത്തെ നിയന്ത്രിക്കുന്നത് സൂര്യനാണ്. എന്നാൽ സൂര്യനുള്ളത് കൊണ്ട് മാത്രം കാര്യം നിലനിൽക്കില്ല. സൂര്യനിൽ നിന്നും ലഭിക്കുന്ന വേറിട്ട് വരുന്ന അഗ്നി തന്നെയാണ്, ഊർജം തന്നെയാണ് ലോകത്തിൻ്റെ പുരോഗതിയിലേക്ക് പ്രവർത്തിക്കുന്നത്. ലോകത്തെ നയിക്കുന്നത് ഗ്രഹങ്ങൾ തന്നെയാണ്, സൂര്യനെല്ലാം തന്നെയാണ്. പക്ഷേ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നതും സൂര്യനാണ്. പക്ഷേ ആ സൂര്യനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലോകത്തെ നിലനിർത്തുന്നതും അഗ്നിയും കൂടി ചേർന്നാണ്. സൂര്യനിൽ നിന്നുള്ള അഗ്നി തന്നെയാണ് ലോകത്തെ. കാരണം സൂര്യൻ മനുഷ്യർക്ക് ജന്മം കൊടുത്തു. അതുകൊണ്ട് സൂര്യനെ തന്നെ എപ്പോൾ നമ്മുടെ ശരീരത്തിലെ ചൂട് ഇത്രയാക്കി നിർത്താൻ പറ്റൂല. അതേതാണ് ചെയ്യുന്നത്? അഗ്നി, ശരീരത്തിലുള്ള അഗ്നിയാണ് സൂര്യൻ ശരീരത്തിൻ്റെ ചൂട് നിലനിർത്തുന്നത്, അല്ലാതെ സൂര്യനല്ല. സൂര്യൻ സൃഷ്ടിക്കുന്നതിന് പ്രേരണ കൊടുക്കുന്നു, സൃഷ്ടിക്കുന്നു. സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണ്ടെങ്കിൽ അഗ്നിയുടെ സഹായത്താൽ എന്തെങ്കിലും ഉണ്ടാക്കി തിന്നോളാം. അല്ലാതെ സൂര്യൻ തന്നെ കൊണ്ട് അതിൻ്റെ വായിൽ കൊണ്ടൊന്നിട്ട് തരാൻ പോകുന്നില്ല. അപ്പം ലോകത്തെ നയിക്കുന്നത് മുന്നിൽ നിർത്തി സൂര്യനാണ് മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ബാക്കി എല്ലാം ചെയ്യുന്നത് സൂര്യനിൽ നിന്ന് തന്നെ വന്ന അഗ്നിയാണ്. അത് രാജാവിനെ പോലെ നിർഭയനാണ്. അഗ്നിക്ക് ആരെയും പേടിയില്ല. കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയതും അഗ്നിയാണ്. അഗ്നിയിൽ നിന്ന്, ഊർജത്തിൽ നിന്നാണ്. E=mc². ഈ എനർജിയാണ് ദ്രവ്യമായി മാറിയത്, പ്രപഞ്ചമായി മാറിയത്. അവസാനം ലോകം ഊർജമായിട്ടാണ് മാറുക. എന്നിട്ടാണ് ബ്രഹ്മത്തിൽ പോയി ലയിക്കുക. അങ്ങനെയുള്ള ഏറ്റവും ഉയരമുള്ളത് രാജാവിനെ പോലെ നിർഭയനാണ്. എല്ലാ ജീവികളും അദ്ദേഹത്തിൻ്റെ പിതൃതുല്യമായ ആശ്രയത്തിൽ കഴിയുന്നു. അത് പിതാവിന് തുല്യനാണ്. അതിൻ്റെ ആശ്രയത്തിലാണ് നമ്മൾ കഴിയുന്നത്. ഊർജമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എന്തിന്? നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു ചൂട് വേണം. ആ ചൂടില്ലെങ്കിൽ നമ്മളെ കാറ്റ് പോകും. അപ്പോൾ പിതാവിന് തുല്യം നമ്മളെ പരിപാലിക്കുന്നത് അഗ്നിയാണ്. നമ്മളെ കൈ ചലിക്കണ്ടെങ്കിലും ഊർജം വേണം. അഗ്നിയെ ഊർജമായി കാണണം. അപ്പം നമ്മളെ ഒരു പിതാവിന് തുല്യം സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് അഗ്നി ആയതുകൊണ്ട് നമ്മൾ ആരെ ആശ്രയിച്ചാണ് കഴിയുന്നത്? അഗ്നിയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഒരാൾ എന്തൊക്കെയോ മരിച്ചോ ഇല്ലയോ നോക്കാൻ ഡോക്ടർ വന്നിട്ട് ഒന്ന് തൊട്ട് നോക്കുമോ, തണുത്തു പോയി. അപ്പം അഗ്നിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആശ്രയിക്കുന്നത് അഗ്നിയെയാണ്. അതുകൊണ്ട് തന്നെ അഗ്നി അഭിനന്ദനം അർഹിക്കുന്നു. എല്ലാ അഭിനന്ദനങ്ങളും കൊടുക്കേണ്ടത് അഗ്നിക്കാണ്. ഇനി 4. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 73-4. തം ത്വാ നരോ ദമ ആനിത്യമിത്തമഗ്നി സജന്ത ക്ഷിതിഷു ധ്രുവാസോ അതിദുംനം നിദധോർഭൂര്യസ്മിൻ ഭവ വിശ്വായുർധരുണോരയീണാം. ഉപദ്രവരഹിതമായ ഭവനങ്ങളിൽ മനുഷ്യർ അഗ്നിയെ സേവിക്കുന്നു. ദേവതകൾ അഗ്നിയിൽ തേജസ് നിറച്ചിരിക്കുന്നു. അഗ്നി എല്ലാത്തിൻ്റെയും പ്രാണരൂപമാണ്.
നമുക്ക് എല്ലാ സമ്പത്തുകളും നൽകുന്നു. ഉപദ്രവരഹിതമായ ഭവനത്തിൽ അഗ്നിയെ മനുഷ്യർ സേവിക്കുന്നു. നല്ല വീട്ടിൽ അഗ്നിയെ സേവിക്കുന്നു എന്ന് അങ്ങനെയൊന്നുമല്ല. എല്ലാ വീട്ടിലും ഉപദ്രവം ചെയ്യുന്ന വീട്ടിലും എല്ലാം അഗ്നിയെ മനുഷ്യർ സേവിക്കുന്നു. ഊർജ്ജമില്ലാതെ ആർക്കും പറ്റില്ല. പക്ഷേ ഇതൊരു നല്ല പോസിറ്റീവ് നിലയിൽ അഗ്നി എന്ത് വേണം? നല്ല നിലയിൽ ഉപയോഗിക്കണം. ഉപദ്രവം ചെയ്യുന്നവർ അഗ്നി ഉപയോഗിച്ചിട്ട് ദോഷങ്ങളും ചെയ്യാം. ആ നിലയിൽ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ്. നല്ല ആളുകളുടെ വീട്ടിൽ മനുഷ്യരെന്ത് ചെയ്യുന്നു? അഗ്നിയെ സേവിക്കുന്നു. മോശം ആൾക്കാരോ അഗ്നിയെ സേവിക്കും. അതിനു വേണ്ടിയിട്ടാണ് വല്ലവർക്കും ദോഷം ചെയ്യാൻ വേണ്ടിയിട്ട്. വല്ലവൻ്റെ വീട് തീയിടാനെല്ലാം വേണ്ടിയിട്ട് അഗ്നി ഉപയോഗിക്കും. രാത്രി പോയിട്ട് തീയിടും. അതല്ല, അത്തരം കർമ്മത്തിനല്ല മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ഉപദ്രവരഹിതമായ ഭവനത്തിൽ അഗ്നിയെ മനുഷ്യർ സേവിക്കുന്നു. ദേവകൾ അഗ്നിയിൽ തേജസ്സിനെ അർപ്പിക്കുന്നു. ദേവകളെല്ലാം അവരുടെ തേജസ് അഗ്നിയിലാണ് അർപ്പിക്കുന്നത്. അരിക്കൊരു തേജസ്സുണ്ട്. എന്താണ് അരിയുടെ തേജസ്? അത് വെള്ളവുമായിട്ട് ചേർത്ത് അഗ്നിയുടെ സഹായത്താൽ എന്ത് ചെയ്യണം? അഗ്നിയിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തേജസ് വർദ്ധിക്കും, ചോറായിട്ട് മാറും. സ്വർണം, ഒരുമാതിരി പഴകിയ സ്വർണം ഒന്ന് അഗ്നിയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ എല്ലാ വസ്തുക്കളും ദേവതകൾ തന്നെയാണ്. അതിൻ്റെ തേജസ് എന്തായിരിക്കും? തിളങ്ങി വരും. ആ കരിയെല്ലാം പോയിട്ട് പിന്നെ നല്ല തിളങ്ങുന്ന സ്വർണമായിട്ട് മാറും. അഗ്നി എല്ലാറ്റിൻ്റെയും പ്രാണരൂപമാണ്. അതുകൊണ്ട് തന്നെ എല്ലാറ്റിൻ്റെയും അടിസ്ഥാന വസ്തു എന്താണ്? നമ്മൾ നിലനിൽക്കുന്ന എന്താണ്? പ്രാണനാണ്. അതുപോലെ തന്നെ എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് അഗ്നിയിൽ നിന്നാണ്. കാരണം ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായിരിക്കുന്നത് ഊർജത്തിൽ നിന്നാണ്. ഊർജത്തെ രൂപം മാറ്റി ദ്രവ്യമാക്കി മാറ്റാം. അപ്പം എല്ലാ വസ്തുക്കളും അഗ്നിയിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് അതിൻ്റെ പ്രാണരൂപം എന്താണ്? അഗ്നി തന്നെയാണ്. അതിനെ ആ അവസ്ഥയിൽ നിർത്തുന്നതും അഗ്നിയാണ്. മനുഷ്യനെ പ്രാണനാണ് നിലനിർത്തുന്നത്. വെള്ളത്തിൻ്റെ രൂപത്തിൽ നിർത്തുന്നതും അഗ്നിയാണ്. അല്ലാതെ വെള്ളത്തെ കൊണ്ടുപോയിട്ട് കുറേ ചൂടുള്ള ഒരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്തായിപ്പോൾ തിളച്ച നല്ല ചൂടായി കിടക്കുന്ന പ്ലേറ്റുമ്മേൽ ഒന്ന് ഒഴിച്ചു നോക്കൂ. അഗ്നി അതിനെ വേറൊരു രൂപത്തിലേക്ക് മാറ്റും. എന്തായിട്ട്? നീരാവിയായിട്ട്. ഏതൊരു വസ്തുവിനെയും അതിൻ്റെ അവസ്ഥയിൽ നിർത്തുന്നതും അതായി തീരുന്നതുമെല്ലാം അഗ്നിയാണ്. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും പ്രാണരൂപമാണ്. ഞങ്ങൾക്ക് എല്ലാ സമ്പത്തും നൽകുക. അതുകൊണ്ട് അഗ്നിയോട് പറയുന്നു നമുക്ക് എല്ലാ സമ്പത്തും. അഗ്നി ഉപയോഗിച്ചിട്ട് പല കർമ്മങ്ങൾ ചെയ്യാം, പലതുണ്ടാക്കാം. അതിലൂടെ നമുക്ക് വിറ്റ് കാശാക്കാം, സമ്പത്ത് നേടാം. ഇനി 5 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 73-5. വിവൃക്ഷോ അഗ്നിമഖവാനോ അശ്വർവിസൂരയോ ദദതോ വ്യമാശായു സനേമവാചം സമിതേശ്വര്യോ ഭാഗം ദേവേഷു ശ്രവസേ ദധാനാഹ. സമ്പന്നനായ യജമാനൻ അന്നം സംഭരിക്കണേ. ഹവിർദാതാവ് പൂർണ്ണ ആയുസ്സോടുകൂടി തീരണം. യശസ്സിനു വേണ്ടി ദേവതകൾക്ക് ഹവിസിനെ നൽകാൻ ഞങ്ങൾ യുദ്ധത്തിൽ ശത്രുവിൻ്റെ അന്നം പിടിച്ചെടുക്കണമേ എന്നെല്ലാം അഗ്നിയോട് പ്രാർത്ഥിക്കുന്നു. സമ്പന്നനായ യജമാനന് അന്നം നൽകുക. ഒരു യജമാനന് സമ്പത്തുണ്ട്, അവന് കൂടുതൽ അന്നം നൽകുക. അന്നം എന്നാണ് പ്രൊഡക്റ്റ്, സമ്പത്ത് നൽകുക. അതായത് നമ്മുടെ യജമാനൻ എന്ന് പറഞ്ഞാൽ വ്യക്തിയാകണമെന്നില്ല. രാഷ്ട്രം തന്നെ യജമാനനായ, ഗവൺമെൻറ് യജമാനനാണ്. നമ്മുടെ എല്ലാം യജമാനൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ രാഷ്ട്രത്തിന് എന്ത് ചെയ്യണം? സമ്പത്ത് വീണ്ടും ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ നാട് പുരോഗമിക്കേണ്ടതിന് പ്രൊഡക്ഷൻ കൂട്ടണം. ഉള്ള തെങ്ങുകളെല്ലാം ഇരട്ടി കായ്ക്കണം. ഉള്ള സ്ഥലത്തെല്ലാം നെല്ല് നല്ലോണം കതിരിട്ട് വരണം. ആ അർത്ഥത്തിൽ അതിനെ എടുക്കണം. അതെല്ലാം എങ്ങനെയാണ് നടക്കുന്നത്? ഊർജത്തിൻ്റെ സഹായത്താലാണ്. അഗ്നിയാണ് അതിനെ മാറ്റിയെടുക്കുന്നത്. ഇപ്പം ചെടികൾ തന്നെ എങ്ങനെയാണ്? സൂര്യൻ്റെ അഗ്നി എടുത്തുകൊണ്ടാണ് ചെടികൾ
ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് വളർച്ച പ്രാപിക്കുന്നതും പൂവാകുന്നതും കായാകുന്നതും എല്ലാം. അവനെ പൂർണ്ണ ആയുസ്സോടുകൂടി നിലനിർത്തുക. ഒരാളെ അവനെത്ര വയസ്സുണ്ടോ ആയുസ്സുണ്ടോ അത്രയും കാലം നിലനിർത്തുക. അത് നിലനിർത്താൻ വേണ്ടിക്കുന്നത് വേണം അത്രയും കാലം ചൂട് നിലനിർത്തി കൊടുത്താൽ മതി. ശരീരത്തിൻ്റെ ചൂട് അത്രയും നിലനിർത്താൻ പറ്റുമെങ്കിൽ ആയുസ് കൂടുക. അത് ചെയ്യേണ്ട ആരാണ്? അഗ്നിയാണ്. അല്ലെങ്കിൽ ലോകത്തിലുള്ള അവന് നേരിടുന്ന പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്ത് രോഗാണുക്കൾ ചിലപ്പോൾ ശരീരത്തിൽ കയറും, അതിനെ ഇല്ലായ്മ ചെയ്തു. ഇതെല്ലാം ചെയ്യുന്നത് രോഗാണുക്കളെ ഇല്ലാതാക്കാൻ മരുന്ന് കഴിക്കും. മരുന്നിലുള്ള ഊർജമാണ് രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. അപ്പോൾ അവൻ്റെ ആയുസ് കൂട്ടിക്കൊടുക്കുക, അവനുള്ള ആയുസ് എത്തിക്കുക. ദേവകൾക്ക് ഹവിസ് നൽകിക്കൊണ്ട് ഞങ്ങൾ ശത്രുവിൻ്റെ അന്നം പിടിച്ചെടുക്കും. ശത്രുവിൻ്റെ അന്നം പിടിച്ചെടുക്കും. ശത്രു എന്ന് പറഞ്ഞാൽ നമുക്ക് തടസ്സമായി നിൽക്കുന്നത്. തടസ്സമായി നിൽക്കുന്നതിനെയെല്ലാം മാറ്റിക്കൊണ്ടാണ് നമ്മൾ പുതിയ പുതിയ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതും ഉന്നതിയിലേക്ക് പോകുന്നതും. ശത്രു എന്ന് പറഞ്ഞാൽ നമുക്ക് ദോഷം ചെയ്യുന്നത്. നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ ശത്രു എന്താണ്? ആ ചെടിയെ ശരിക്കും വളരാൻ അനുവദിക്കാതിരിക്കുക, അതിനെ മുരടിപ്പിച്ചു കൊടുക്കുക, വല്ല കൃമികളെയും വിട്ട് നശിപ്പിക്കുക, പൂക്കാതിരിക്കുക, ഇതെല്ലാം നമ്മുടെ ശത്രുക്കൾ. അപ്പം അതിനെതിരായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അധ്വാനിച്ച് ചിലപ്പോൾ ഊർജം ഉപയോഗിച്ചിട്ട് ആ ചെടീൻ്റെ അകത്തുള്ള വല്ല കീട് കൊണ്ടെല്ലാം നുള്ളിക്കളഞ്ഞ് വല്ല മരുന്നും കൊണ്ടിട്ട് ഇങ്ങനെയെല്ലാം നമ്മളതിനെ ശത്രുതയെ ഇല്ലാതാക്കുന്നത്. അപ്പം എന്നിട്ട് ആ ശത്രുക്കളെ തോൽപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവൻ്റെ ധനം നമ്മൾ നേടിത്തരുന്നത്. ഞാൻ ഈ യുദ്ധത്തിൽ പോയി അവിടുത്തെ സ്ഥാനം പിടിച്ചെടുക്കുന്നത് ഗോത്ര കാലഘട്ടത്തിലാണ്. ശത്രുക്കളെയും തോൽപ്പിച്ചിട്ട് അവിടെ പോയിട്ട് അന്നം എടുത്തുകൊണ്ട് വരിക, അവരുടെ ധനം. അത് വേറൊരു വശം. അക്കാലത്ത് അതും പ്രധാനം തന്നെയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രതിബന്ധങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ കൂടുതൽ ഉന്നതിയിലേക്ക് പോകണം. ഇനി 6 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 73 6 ഋതസ്യ ഹി ധേനവോ വാവശാനാസ്മ ദൂത്നി പീവയന്താദ്യുഭക്താഃ പരാവരസുമതിം ഭിക്ഷമാണ വിസിന്ധവ സമയ സശ്രുരദ്രിം. ദിവസവും പാൽ തരുന്ന ഗോക്കൾ സന്തോഷപൂർവം യാഗസ്ഥലത്ത് അഗ്നിയെ പാലിനാൽ അഭിഷേകം ചെയ്യുന്നു. ശുഭകാരികളായ നദികൾ പർവ്വത നികടത്തിൽ നിന്നും പ്രവഹിച്ച് അഗ്നിയുടെ മുമ്പിൽ തലകുനിക്കുന്നു. ഗോക്കൾ തരുന്ന പാലിനാൽ ഞങ്ങൾ യാഗസ്ഥലത്ത് അഗ്നിയെ അഭിഷേകം ചെയ്യുന്നു. നമ്മൾ പാൽ ഉപയോഗിച്ചിട്ട് പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. അത് എല്ലാം ആരിലാണ് നമ്മൾ അഭിഷേകം ചെയ്യുന്നത്? അഗ്നിയിലാണ് അഭിഷേകം ചെയ്യുന്നത്. അഗ്നിയിൽ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് നൽകുക. പാല് അല്ലാതെ വെറുതെ വിളക്കും കത്തിച്ചിട്ടുള്ള പാലെല്ലാം തിളക്കുന്ന അഗ്നിയിൽ കൊണ്ടിട്ടിട്ട് നശിപ്പിച്ചിട്ട് നമുക്കൊരു കാര്യമില്ല. നമ്മൾ യജ്ഞം ചെയ്യുന്നത് നമുക്ക് ഗുണം കിട്ടാൻ വേണ്ടിയാണ്. അപ്പം ഇവിടെ പാല് പറയുകയാണെങ്കിൽ നമ്മൾ അഗ്നിയിൽ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള സാധനങ്ങളാക്കി മാറ്റും. പലതരം കേക്കുകൾ, ബിസ്ക്കറ്റുകൾ, ഇതിലെല്ലാം പാൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എല്ലാം അഗ്നിയിൽ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ്. കല്യാണകാരികളായ നദികൾ പർവ്വതങ്ങളിൽ നിന്നും ഉത്ഭവിച്ച് പ്രവഹിക്കുന്നു. അഗ്നിയുടെ മുമ്പിൽ നമ്രകളാവുന്നു. പർവ്വതത്തിൽ നിന്നും വരുന്ന ജലം പർവ്വതത്തിലൂടെ ഒഴുകിയിട്ട് അഗ്നിയുടെ മുമ്പിലെത്തുമ്പോൾ തലകുനിക്കുന്നു. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെയും ഗോക്കളെ, നേരത്തെ പറഞ്ഞ ഗോക്കളെ ഇലക്ട്രോണുകളായിട്ടും കാണണം. അഗ്നിയിലൂടെയാണ് ഗോക്കളെ അഗ്നിയിലേക്ക് അർപ്പിക്കുമ്പോൾ, ഇലക്ട്രോണുകളെ അഗ്നിയിലേക്ക് അർപ്പിക്കുമ്പോഴാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടാകുന്നത്. ആ തരത്തിലും അതിനെ അത്ര പോയില്ല എന്നേ ഉള്ളൂ, സാധാരണക്കാരന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ വരുന്നത് പർവ്വതങ്ങളിൽ നിന്നും ഒഴുകുന്ന ജലം അഗ്നിയുടെ അടുത്തെത്തുമ്പോൾ നമ്രശിരസ്കരാകുന്നു, തലകുനിക്കുന്നു.
എവിടെ വെച്ചാണത്? വെള്ളത്തിലെ ശക്തിയായ പർവ്വതങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന ജലത്തെ ജനറേറ്ററുകൾ തത്വത്തിലേക്ക് പ്രവഹിക്കുമ്പോൾ അവയുടെ ശക്തി ഇല്ലാതാകുന്നു. ആ ശക്തി ജനറേറ്ററിൽ നിന്ന് എന്തായിട്ട് മാറും? വൈദ്യുതിയായിട്ട് മാറും. വെള്ളം ശിരസ് നമിക്കുന്നു എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ശക്തി പെട്ടെന്ന് അഗ്നിയുടെ അടുത്തെത്തുമ്പോൾ നിൽക്കുന്നു. അഗ്നി എവിടെയാണ് ഉണ്ടാക്കുന്നത്? ഊർജം ഉണ്ടാക്കുന്നത്. ഊർജം എവിടെയാണ് ഉണ്ടാക്കുന്നത്? ജനറേറ്ററിൽ. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തിയിൽ ഒഴുകുന്ന പർവ്വതത്തിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടത്തെ ജനറേറ്ററിലെത്തുമ്പോൾ അഗ്നിയുടെ അവിടെയാണ് അഗ്നി വൈദ്യുതി ഉണ്ടാകുന്നത്. ആ വൈദ്യുതിയായി മാറുമ്പോൾ ഇവരുടെ ശക്തി എന്താവും? ക്ഷയിക്കും. വെള്ളത്തിൻ്റെ ആ ശക്തി അങ്ങ് തലകുനിക്കും. ആ കുനിക്കുമ്പോഴുണ്ടാവുന്ന വെള്ളത്തിൻ്റെ ഊർജമാണ് ജനറേറ്ററിൽ നിന്ന് മെക്കാനിക്കൽ എനർജിയാണ് എന്തായി മാറുന്നത്? ഇലക്ട്രിക്കൽ എനർജിയായിട്ട് മാറുന്നത്. കുറച്ച് സയൻസിലൂടെയെല്ലാം പോകാം. കാരണം ഇവരെ അതുകൊണ്ടാണ് അല്ലാതെ ഇത് വേറെ തരത്തിലൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റുമോ? സാധാരണക്കാരന് മനസ്സിലാകുന്ന ഇത് യഥാർത്ഥത്തിൽ ജനറേറ്റർ തത്വമാണ് പറയുന്നത്. വെള്ളത്തിൽ ശക്തിയായി ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഊർജത്തെയാണ് അഗ്നി വേറെ രൂപത്തിൽ കൺവേർട്ട് ചെയ്തിട്ട് ആ ശക്തി ഇല്ലാതാക്കുന്നത്. അപ്പോൾ അത് ആ എനർജിയെ മറ്റൊന്നായിട്ട് മാറും, വൈദ്യുത ഊർജമായിട്ട് മാറും. അത് അഗ്നിയുടെ ഒരു രൂപമാണ്. അത് മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ആ മന്ത്രത്തിൽ തന്നെയാണ് ഗോക്കളെയും പറ്റി പറഞ്ഞിരിക്കുന്നത്. ഗോക്കള എന്ന് പറയുന്നത് ഇലക്ട്രോണുകളാണെന്ന് ആകെ കണക്കാക്കണമെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഗോക്കളെ ഇലക്ട്രോണുകളെയാണ് അവിടെ അഗ്നിക്ക് അർപ്പിക്കുന്നത്. ആ അഗ്നിയുടെ വെള്ളച്ചാട്ടത്തിലുള്ള ശക്തി കോയിലുള്ള ഇലക്ട്രോണുകളെ വെളിയിലേക്ക് തള്ളും. ആ ഊർജത്തെ അതാണ്, ആ ഇലക്ട്രോണുകളാണ് വൈദ്യുതിയായിട്ട് പ്രവഹിക്കുന്നത്. ഇനി 7 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 73 7 ത്വേ അഗ്നേ സുമതിം വിക്ഷമാണ ദിവിശ്രവോ ദധിരേ യജ്ഞിയാസാം നക്താച ചക്രുരുഷസാ വിരൂപേ കൃഷ്ണം ച വർണം അരുണം ച സംധൂഹു. മംഗളകാരിയായ ബുദ്ധിയെ യാചിച്ചുകൊണ്ട് പൂജ്യരായ ദേവഗണങ്ങൾ അഗ്നിയെ യശസ്വിയാക്കിയിരിക്കുന്നു. വിഭിന്ന രൂപങ്ങളോട് കൂടിയ രാത്രിയെയും ഉഷസ്സിനെയും വിഭിന്നങ്ങളായ അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്നു. ഇവയ്ക്ക് രണ്ടിനും കറുപ്പും അരുണവുമായ വർണ്ണമാണ് ഉള്ളത്. കല്യാണകാരിയായ ബുദ്ധിയെ യാചിച്ച് ദേവകൾ അഗ്നിയെ യശസ്വിയാക്കുന്നു. കല്യാണകാരികളായ ഗുണം നൽകുന്ന ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ യജ്ഞങ്ങൾ ചെയ്യാൻ. ബുദ്ധി എന്ന് പറഞ്ഞാൽ സയൻസ്, ശാസ്ത്രത്തിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ശാസ്ത്രതത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് കല്യാണകാരികളായിത്തീരും. ആ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെയെല്ലാം അഗ്നിയെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ മാറ്റിയെടുക്കാം. ഉദാഹരണമായിട്ട് പാറയെല്ലാം പൊട്ടിച്ചിട്ട് നല്ല വീടിൻ്റെ അടിത്തറയെല്ലാം നല്ല ഭംഗിയായിട്ട് കെട്ടാം. അപ്പം അതിനെല്ലാം എന്ത് വേണം? ബുദ്ധി ഉപയോഗിച്ചിട്ട് ജ്ഞാനം നേടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ദേവതകളെയെല്ലാം അഗ്നിയുടെ സഹായത്താൽ യജ്ഞം ചെയ്യുന്നു. അഗ്നിയുടെ സഹായത്താലാണ് ചെയ്യുക. അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജത്തിൻ്റെ സഹായം. പാറ പൊട്ടിക്കണ്ടിക്കലും ശക്തി വേണം, ഊർജം വേണം. അതിൻ്റെ അടിസ്ഥാനത്ത് പൊട്ടി ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്ത് എല്ലാം യോജിപ്പിച്ചിട്ട് നമ്മൾ വീടെല്ലാം നിർമ്മിക്കാനെല്ലാം ഉപയോഗിക്കുന്നു. അതിലൂടെ ആര് യശസ്വിയാവുന്നു? അഗ്നി യശസ്വിയാവുന്നു. ഊർജമുണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളെ രക്ഷിക്കുന്നത് അഗ്നിയാണ്, ഊർജമാണ്. അപ്പോൾ ഊർജമാണ് അതിലൂടെ യശസ്വിയാകുന്നത്.
ഊർജത്തിൻ്റെ സഹായത്താലാണ് നമ്മൾ ഈ ലോകത്തിലെ മാറ്റങ്ങൾ മുഴുവൻ വരുത്തുന്നത്. വിഭിന്ന സ്വഭാവമുള്ള, ഏതുപോലെ എന്നാൽ വിഭിന്ന സ്വഭാവമുള്ള രാത്രിയും ഉഷസ്സും. രാത്രി ഇരുണ്ടതാണ്, ഉഷസ് വെളുത്തതാണ്. ഇത് രണ്ടും നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വ്യത്യസ്ത ധ്രുവ സ്വഭാവങ്ങളാണ്. എന്നിട്ട് അതിലൂടെയാണ് വിഭിന്ന കർമ്മങ്ങൾ നടക്കുന്നത്. പകൽ നടക്കുന്ന യജ്ഞങ്ങളുണ്ട്, രാത്രി നടക്കുന്ന യജ്ഞങ്ങളുണ്ട്. ഇപ്പം ചെടികൾ പകലാണ് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത് സൂര്യൻ്റെ വെളിച്ചം കൊണ്ട്. രാത്രി പക്ഷേ ആ എടുത്ത ഭക്ഷണത്തെ ഉപയോഗിച്ചുകൊണ്ട് വളരുന്നുണ്ട്. നമ്മൾ പകൽ ഭക്ഷണം കഴിച്ചിട്ട് രാത്രിയും വളരുന്നുണ്ട്. ആ കഴിച്ച ഭക്ഷണം രാത്രിയാണ് സംസ്കരിച്ചിട്ട് നമ്മളെ വളർച്ചക്കെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പം വിവിധ തരത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ട് അവയെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പലതരം യജ്ഞങ്ങൾ നടത്തുന്നത്. ഇതെല്ലാം ആരുടെ സഹായത്താലാണ്? താനും അഗ്നിയുടെ സഹായത്താലാണ്. കറുപ്പും വെളുപ്പും. കറുപ്പ് എന്ന് പറയുമ്പോൾ ഇരുണ്ടത്. ഇരുട്ടും ചില കാര്യങ്ങൾക്കെല്ലാം ഇരുട്ട് വേണം, ചിലതിന് വെളുപ്പ് വേണം. ഫോട്ടോ എടുക്കാൻ നമുക്ക് വെളിച്ചം വേണം. എന്നാൽ ഫോട്ടോ സംസ്കരിക്കുമ്പോൾ ആ ഒരു പണ്ട് ഒരു ഫോട്ടോയിൽ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഇരുട്ട് മുറിയിൽ ഇരുന്നിട്ടാണ് അതിനെല്ലാം പടരൂപത്തിലാക്കി സംസ്കരിച്ചെടുക്കുന്നത്. അപ്പോൾ അവിടെ ഇരുട്ട് വേണം. അപ്പം ചിലതിന് ഇരുട്ട് വേണം. അത്തരത്തിൽ വിഭിന്നമായിട്ടാണ് ഈ ലോകത്തിൽ യജ്ഞങ്ങൾ നടക്കുന്നത്. ഇനി 8. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 73-8. യാൻ രായേ മർത്താൻ സുഷോദോ അഗ്നി തേ ശ്യാമമഖവാനോ വയം ഛായേവ വിശ്വം ഭുവനം ശുശ്രൂഷ ആപപ്രുവാൻ രോദസി അന്തരീക്ഷം. അഗ്നി ആരെ ധനത്തിനു വേണ്ടി പ്രേരിപ്പിക്കുന്നുവോ അവരും ഞങ്ങളും ധനികരാവേണമേ. അഗ്നി എല്ലാ ലോകങ്ങളോടും കൂടി ഛായയ്ക്ക് തുല്യം വസിക്കുന്നു. അഗ്നി തന്നെയാണ് ആകാശത്തെയും ഭൂമിയെയും അന്തരീക്ഷത്തെയും പൂർണ്ണമാക്കുന്നത്. അഗ്നി പ്രേരിപ്പിക്കുന്നവൻ ധനവാനായി തീരുമെന്ന് പറയുകയാണ്. അഗ്നിയാണ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജം. നമുക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നും തോന്നില്ല. പക്ഷെ നല്ല ഊർജ്ജം ഉണ്ടെങ്കിൽ തോന്നുക, അയ്യ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ ശരിയാവില്ല, പോയി അവിടെ കിടക്കാൻ വല്ലതും നടാന്നല്ല തോന്നും. അപ്പോൾ ഊർജമാണ്, അഗ്നിയാണ് നമ്മളെ യജ്ഞത്തിന് പ്രേരിപ്പിക്കുന്നതും അതിലൂടെ ധനികനായിത്തീരുന്നത്. അപ്പം നമ്മളെ ധനത്തിലേക്ക് നയിക്കുന്നത് അഗ്നിയാണ്. അഗ്നി നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നു, നമ്മൾ യജ്ഞം നടത്തുന്നു. നീ എല്ലാ ലോകത്തോടും കൂടിയ ഛായ പോലെ വസിക്കുന്നു. എല്ലാ ലോകത്തിലും എന്തുണ്ട്? അതിൻ്റെ ഛായയുണ്ട്. ഛായ എന്ന് പറഞ്ഞാൽ ഷെയ്ഡ്. യഥാർത്ഥത്തിൽ ഷെയ്ഡില്ല, പക്ഷെ എന്നാലും അതതിനെ ഇങ്ങനെ പിന്തുടരുന്നുണ്ട്. അതുപോലെ എല്ലാ ലോകത്തിൻ്റെ പിന്നിലും ഈ അഗ്നി ഇങ്ങനെ ഒളിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. വിറക് തന്നെ അഗ്നി ഒളിച്ചു നിൽക്കുകയാണ്. വേണ്ടപ്പോൾ അതിനെ നമ്മളെടുത്ത് പുറത്ത് ഉപയോഗിക്കും. അതുപോലെ എല്ലാ ലോകത്തോടും കൂടിയ ഛായ പോലെ വസിക്കുന്നു. നീയാലാണ് അന്തരീക്ഷവും ആകാശവും ഭൂമിയും എല്ലാം പൂർണ്ണമായത്. അങ്ങനെ ഒളിച്ചു കിടക്കുന്ന ആ ശക്തിയാണ്, അഗ്നിയാണ് ഈ അന്തരീക്ഷം ഉണ്ടാക്കിയതും അന്തരീക്ഷത്തിനുണ്ടാക്കിയും ഭൂമി ഉണ്ടാക്കിയതും സ്വർഗമുണ്ടാക്കിയ എല്ലാം ഉണ്ടാക്കിയത് അഗ്നിയാണ്. അഗ്നിയിലൂടെയാണ് ഇവിടെയുള്ള എല്ലാ ഈ രൂപത്തിൽ വികസിച്ച് വന്നത്. ഭൂമിയിലുള്ള പുരോഗതി എല്ലാം അഗ്നിയുടെ സഹായത്താലാണ്. ഭൂമി ഉണ്ടാക്കിയതും ഭൂമിയുടെ പുരോഗതികൾ ഉണ്ടാക്കിയതും ആകാശത്തിൽ നമ്മൾ പലതും കൊണ്ട് സ്ഥാപിച്ചിട്ടില്ലേ, സാറ്റലൈറ്റെല്ലാം. അപ്പോൾ അതെല്ലാം നമ്മൾ അഗ്നിയുടെ സഹായത്താലാണ് സാധിപ്പിച്ചിരിക്കുന്നത്. ഊർജത്തിൻ്റെ സഹായത്താലാണ്. ഊർജ്ജം ഉണ്ടെങ്കിലല്ലേ റോക്കറ്റ് കയറിയിട്ട് അവിടെ പോയിട്ട് വിടാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ലോകത്തിൽ നടക്കുന്ന എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിക്കുന്നത്, പൂർണ്ണമാക്കുന്നത്, അവയെ പൂർണ്ണമാക്കുന്നത് അഗ്നിയാണ്. ഇനി 9. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 73-9. അർവദ്ഭിരഗ്നി അർവദോ നൃഭിർ നൃൻ വീരൈർവീരാൻ
വനുയാമസ്തോതഃ ഈശാനാസ പിതൃവിത്തസ്യ രായോ വിസൂരയ ശതഹിമാനോ അശ്വു. അഗ്നിയുടെ സംരക്ഷണത്താൽ രക്ഷിക്കപ്പെട്ടവരായ ഞങ്ങൾ പൈതൃക സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അശ്വങ്ങളിൽ നിന്നും ശത്രുക്കളുടെ അശ്വങ്ങളെയും മനുഷ്യരിൽ നിന്നും മനുഷ്യരെയും യോദ്ധാവിൽ നിന്ന് യോദ്ധാവിനെയും മാറ്റി ഹോതാവിനെ ശതായുഷ്മാനാക്കണേ. അഗ്നിയുടെ സംരക്ഷണത്താൽ നമ്മൾ പൈതൃക ധനം പ്രാപിച്ചു. അഗ്നിയുടെ സംരക്ഷണം കൊണ്ടാണ് നമ്മൾ പൈതൃകമായി പൂർവികരോടെ വരുന്നതെല്ലാം നമ്മൾ നേടിയെടുക്കുന്നത്. പൈതൃകമായിട്ടാണ് നമ്മൾ ധനം നേടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ പൂർവികർ കുറേ കർമ്മങ്ങൾ വഴികളെല്ലാം ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവർ കുറേ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് ആ പ്രവർത്തികളെ മുന്നോട്ടേക്ക് നയിച്ചിട്ട് നമ്മൾ ധനം സമ്പാദിക്കുന്നത്. നമ്മളിന്ന് പഠിക്കുന്ന സയൻസ് മുഴുവൻ നമ്മളെ പൂർവികർ കണ്ടെത്തിയ ഭൂരിപക്ഷവും അടിസ്ഥാന സയൻസ് എല്ലാം അവരാണ് കണ്ടെത്തി തന്നിരിക്കുന്നത്. അതിൻ്റെ ഫലത്തിലാണ് നമ്മളിന്ന് പുരോഗതി നേടുന്നത്. പുരോഗതി നേടുന്നതിൻ്റെ പിന്നിൽ അഗ്നി ഊർജമാണ് ഉള്ളത്. ഞങ്ങളുടെ അശ്വങ്ങളെ ശത്രുക്കളുടെ അശ്വങ്ങളിൽ നിന്നും മനുഷ്യരെ നമുക്കെതിരായി നിൽക്കുന്ന മനുഷ്യരെ നമ്മളിൽ നിന്നും നമുക്കെതിരായി നിൽക്കുന്ന യോദ്ധാക്കളെ നമ്മളിൽ നിന്നുമെല്ലാം മാറ്റിയിട്ട് നമുക്ക് ദീർഘായുസ് തരുക. അതായത് നമ്മുടെ പ്രതിബന്ധങ്ങൾ എന്തെല്ലാം തരം പ്രതിബന്ധങ്ങളുണ്ട്. ശത്രുതയായാലും ഇപ്പം വിദേശ രാജ്യമാണെങ്കിലും നമുക്ക് ആയുധങ്ങൾ ബോംബ് അഗ്നി ഉപയോഗിച്ചിട്ടുള്ള ബോംബെല്ലാം വേണം. എന്നിട്ടാണ് അവരെ ഇല്ലാതായിപ്പോവുക. അതേപോലെ നമ്മുടെ പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ശക്തികളെയും ഊർജത്തിൻ്റെ സഹായത്താലാണ് നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നത്. അതങ്ങനെ എല്ലാ തടസ്സങ്ങളെയും മാറ്റിയിട്ട് നമുക്ക് ദീർഘായുസ് നൽകുക. തടസ്സങ്ങളെല്ലാം മാറ്റുമ്പോൾ സുഖമായിട്ട് കാര്യങ്ങൾ രോഗങ്ങളൊന്നും പെട്ടെന്ന് വരില്ല എന്നെല്ലാം കാണിക്കുകയാണെങ്കിൽ നമുക്ക് ദീർഘായുസ്സും ഉണ്ടാകും. ഇനി 10ാമത്തെ ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 73-10. ഏതാതേ അഗ്ന ഉജധാനി വേദോ ജുഷ്ടാനി സന്തു മനസേ ഹൃദേ ച ശകേമരായ സുധുരോയമം തേധിശ്രവോ ദേവ ഭക്തം ദധാന. ഞങ്ങൾ ചൊല്ലുന്ന സ്തോത്രങ്ങൾ അഗ്നിയെ പ്രീതിപ്പെടുത്തേണേ എന്നും ദേവതകൾ നൽകിയ ധനത്തെ വഹിച്ചുകൊണ്ട് ഞങ്ങൾ അഗ്നിയുടെ രഥത്തിൽ ഇരിക്കട്ടെ എന്നും അഗ്നിയോട് പ്രാർത്ഥിക്കുന്നു. അഗ്നിയെ സ്തോത്രത്താൽ തൃപ്തിപ്പെടുത്തുക. അഗ്നി ജ്ഞാനമുള്ളവനാണ്. അപ്പോൾ ആ ജ്ഞാനം നമ്മൾ നേടിക്കൊണ്ട് അഗ്നിതത്വം മനസ്സിലാക്കിക്കൊണ്ട് അഗ്നി, അതായത് തെർമോഡൈനാമിക്സ് എന്നെല്ലാം തന്നെയാണ് അഗ്നി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അഗ്നിയുടെ പ്രവൃത്തി, അഗ്നിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. അതാണ് സ്തോത്രത്താൽ തൃപ്തിപ്പെടുത്തുക. പുതിയ പുതിയ ശാസ്ത്രതത്വത്താൽ അഗ്നിയെ സമീപിക്കുക. ദേവകൾ നൽകുക ധനവുമായി ഞങ്ങൾ നിന്റെ രഥത്തിൽ ഇരിക്കട്ടെ. ദേവതകൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള വസ്തുക്കളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭൂമിയിലുള്ള നമുക്ക് ലഭിക്കുന്ന വസ്തുക്കൾ, അത് പാറയാകാം, മണ്ണാകാം, കളിമണ്ണാകാം, എന്തോ ആകാം, അരിയാകാം, മറ്റെന്തോ ആകാം. അവയെല്ലാം നമ്മൾ ആ ദേവതകളുമായിട്ട് അഗ്നിയുടെ രഥത്തിൽ നമ്മൾ കയറുകയാണ്. എന്തിന്? അഗ്നി ഉപയോഗിച്ചിട്ടാണ് അവനെ നമ്മൾ സംസ്കരിച്ചെടുക്കുക. പഴങ്ങളെല്ലാം എടുത്തിട്ട് ചിലപ്പം അഗ്നിയുടെ സഹായത്താൽ ജാമാക്കി കുറേ കാലം സൂക്ഷിക്കും, അല്ലെങ്കിൽ സ്കോഷാക്കിയിട്ട് സൂക്ഷിക്കും, അല്ലെങ്കിൽ ജ്യൂസ് രൂപത്തിൽ സൂക്ഷിക്കും. ഇതിനെല്ലാം എന്ത് വേണം? അഗ്നി വേണം. അപ്പോൾ അഗ്നിയുടെ രഥത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതിന് എല്ലാ ദേവതകളെയും നമുക്ക്, ദേവതകളിൽ നിന്ന് പ്രപഞ്ചത്തിലുള്ള വിഭവങ്ങളെ നമ്മൾ എടുത്തുകൊണ്ട് അഗ്നിയുടെ രഥത്തിലേറിയിട്ടാണ് അവയെ നമുക്ക് വേണ്ട തരത്തിൽ മാറ്റിയെടുത്തിട്ട് ലോകം പുരോഗമിക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ ധനം നേടുന്നത്.